എല്ലാവർക്കും വ്യത്യസ്ത ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ നമ്മുടെ കിളീൻ്റെയൊക്കെ ഓരോരോ വിശേഷങ്ങൾ കാണിക്കാനൊക്കെയാണ്. പിന്നെ മീനിൻ്റെ അങ്ങനെയൊക്കെയുള്ള ഓരോന്നൊക്കെ കാണിക്കാൻ പോണ്. നമ്മുടെ കിളീനിനെ നമ്മൾ ഇവിടെ ആയിരുന്നു വെച്ചിരുന്നത്. അത് നമ്മളാ സ്ഥലം മാറ്റി നമ്മളിപ്പോൾ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. കണ്ടോ. അപ്പം ഞാൻ ഇത് എൻ്റെ ഒരു സമയം പോകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ തൂക്കിയിട്ടിരുന്നത്. ഒരു ചിരട്ട ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗപ്പീനെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മളെ വലിയ മീന് നമ്മളെ ഗപ്പീനെ തിന്നൂല, അത് വേറെ കാര്യം. എന്നാലും എനിക്കൊരു വിശ്വാസത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ ഒരു ഏണി വെച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ ചുമ്മാ വെച്ച് കൊടുക്കുക. നമ്മുടെ ഈ കൂടില്ലേ, ഇത് ഈ രണ്ട് കുടം ഞാൻ ഇപ്പോൾ വെച്ച് കൊടുത്തതാണ്. കാരണം നമ്മുടെ ഈ കിളീന് മുട്ടയിടാൻ വേണ്ടിയൊക്കെയുള്ള ഓരോരോ ഇതിന് വേണ്ടി. കണ്ടോ നമ്മൾ തെന കൊടുക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേക സ്വഭാവം. തെന ഇപ്പം ഞാൻ നിറച്ച് വെച്ചിരിക്കുകയാണേ. ആ തെന തട്ടി ഇടും, ചതഞ്ഞിടും. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ തെന അതൊന്ന് തട്ടി ഇടും. പിന്നെ നമുക്ക് നമ്മുടെ മീനിൻ്റെ വിശേഷം കാണിച്ചു തരാം. ഓക്കെ, ഒരു ഗ്ലാസ് കമ്മോൺ. നമുക്ക് പുറത്തോട്ട് പോകാം കേട്ടോ. പുറത്തോട്ട് പോകുമ്പോൾ എന്താണ് ഗ്യാസ്, നമ്മുടെ മാവ് പൂത്ത് മാങ്ങ വരെ പിടിച്ചു ഗൈസ്. പിന്നെ നമ്മുടെ വെറ്റക്കുഴി ഗൈസ്. അന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷോർട്ട് വീഡിയോ ഇട്ടതിനെക്കാട്ടി നല്ല അന്നൊക്കെ ഇച്ചിരിയേ ഉള്ളായിരുന്നു വെറ്റ. ഇപ്പം ആഴ്ച കണക്ക് ആയിരിക്കും കേട്ടോ. ഉണ്ടേ ഇപ്പം നല്ല കണക്ക് തളിർത്ത് വന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ താടി ഓലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനൊരു തണുപ്പൊക്കെ കിട്ടാൻ. പിന്നെ നമ്മുടെ മുളക് കൃഷി ഇവിടെ 2 എണ്ണം ഇപ്പോൾ ഉണ്ട്. നമുക്ക് ബാക്കിൽ കൂടെ പോയി നമ്മളിവിടെ ഒരു മുളക് ഇപ്പോൾ ഉണ്ട്. അങ്ങോട്ടുണ്ട് ഗൈസ്. ഞാൻ പിന്നെ കാണിച്ചു തരാം. അവിടെയൊക്കെ ഓരോന്ന് വെച്ച് ഇട്ടിരിക്കുകയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ റംബൂട്ടാൻ. ഇതിനകത്ത് കായൊന്നും പിടിക്കുന്നില്ല, മിക്കവാറും നമ്മൾ വെട്ടിക്കളയും. നമ്മുടെ പിന്നെ അതൊക്കെ നമുക്ക് പിന്നെ കാണിച്ചു തരാം. നമ്മുടെ മുളക് 1 2 3 ഇവിടെ 4 കൂട്ടമുണ്ട്. 4 കൂട്ടം മുളകുണ്ട്. 4 5 6 ഉണ്ട്. പിന്നെ നമ്മൾ കിളിക്ക് വേണ്ടി കൊടുക്കാനും പിന്നെ പടമുറി വയ്ക്കാൻ വേണ്ടിയുള്ള തുളസി ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. ബാക്കിയെല്ലാം എവിടാണ്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് കേസ് ഒരെണ്ണം ഉണ്ടേ. ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്, പക്ഷെ അത് ഉണങ്ങിപ്പോയി. പിന്നെ അവിടെയൊക്കെ അങ്ങും ഇങ്ങുമൊക്കെ ഓരോന്നുണ്ട്. പിന്നെ നമ്മുടെ പറങ്കാമാവ് അതിനകത്ത് പൂത്ത് കായും പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കാണിച്ചു ഉണ്ടെങ്കിൽ ഒരു മാങ്ങ അതുകൊണ്ട് കേസ് പറങ്കാണ്ട് ഉണങ്ങിയത് നമ്മൾ പറിച്ച് മാറ്റി വയ്ക്കുക. നമുക്ക് ഇവിടെ നിന്നാണ് കയറുന്നത്. ഞങ്ങൾ കയറാൻ വേറെ വഴിയൊന്നുമില്ല. ഈ വഴിയാണ് കയറി നമ്മൾ പറിക്കുന്നത്. അമ്മച്ചേ അവിടെ അങ്ങോട്ടങ്ങ് കിടക്കുക. ഇന്ന് നമ്മൾ ആയില്ല കാര്യം. പക്ഷെ എന്തൊരു വലിയതാല്ലയോ. പിന്നെ ഇതെന്തുമായിരിക്കും, മുട്ടയാണോ അതിൻ്റെ? എനിക്കറിയത്തില്ല. ഇല്ല, അവിടെയൊക്കെ ഉണങ്ങിയതൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുക, ഉണ്ടെങ്കിൽ അങ്ങ് പറിക്കുക. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഈ വഴി അങ്ങ് ഇറങ്ങാം. ഓക്കെ, ഈ വഴി ചാടിയല്ല, ഈ വഴി ഇങ്ങനെ പോവാം. പക്ഷെ അതിലെ കൂടെ ഇറങ്ങി വരുന്ന ടാസ്ക്കാണ്. അതിൻ്റെ ഏറ്റവും ചെറുത്. ഇതിൽ പൊടിയുണ്ട് കേട്ടോ. അതെ, ഇവിടെ അങ്ങ് കൊല കണക്കങ്ങ് നിൽക്കുക. ഗ്യാസ് താഴെ ഞാൻ 3 ഒറ്റ അടിക്കുന്നു. ഗ്യാസ് നമ്മളിങ്ങനെ ഇവിടുന്ന് ചാടി മറ്റേ 3 നിൽക്കുന്നുണ്ടോ, 3 4 എണ്ണം അങ്ങനെയൊക്കെ നിൽപ്പുണ്ട്. അയ്യോ
ഏതൊക്കെ വഴി ഇറങ്ങണ്ടെന്ന് എനിക്കൊരു ഭയങ്കര ടാസ്ക് ആട്ടോ. നമുക്കിനി മീനെ കാണിച്ചു തരാം. മീനെ കാണിച്ചു തരാം. നമ്മുടെ ടാങ്കൊക്കെ നമ്മൾ വൃത്തിയാക്കി കേട്ടോ. നമുക്കവിടെ ഒരു ചെറിയ ടാങ്ക് കെട്ടണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വേണ്ട കേട്ടോ. നമ്മളെ ടാങ്ക് വേണ്ടേ, അതിനകത്ത് മീൻ ഇപ്പം നല്ല കണക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ 5 ഗോൾഡ് ഫിഷ് ആയിട്ടോ. ഗോൾഡ് ഫിഷ്, പിന്നെ 2 ബ്ലാക്ക്, പിന്നെ 2 വലുത്. അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ട്. ഇനി നമ്മളിത് വാങ്ങിച്ചങ്ങ് നിറയ്ക്കുവാണ്. നമുക്ക് ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് നമ്മുടെ വിശേഷം. പിന്നെ നമ്മളൊരു മീൻകുളം കെട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ അടിച്ചിരിക്കുന്നത്. ഇതുവരെ പണിയൊന്നും തുടങ്ങിയ ഈ സൈഡ് മാത്രം ഒന്ന് കെട്ടിയതെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഉടനെ ചാനലിൽ വരുന്നതായിരിക്കും. ഉടനെ എന്ന് വെച്ചാൽ ഇന്നോ നാളെ വരുന്നതല്ല, ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ച. നമുക്ക് അച്ഛന് സമയം കിട്ടുമ്പോഴേ നമ്മൾ ചെയ്യാൻ പറ്റും. ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ അത് എല്ലാം ഫ്ലോപ്പായി പോകും. പിന്നെ നമ്മൾ ഈ ഒരു ഇവിടെ ഇതുണ്ട് ഗൈസ്, നമ്മുടെ കളീര്. ഇത് നമ്മൾ വൃത്തിയാക്കി ഇതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് നമ്മൾ ഇതങ്ങ് വൃത്തിയാക്കിയിട്ട് ഇവിടെ തന്നെ നമ്മൾ കിളീൻ്റെ കൃഷി, പിന്നെ നമ്മൾ എന്തോ അതിൻ്റെ പേര്, ഗിനിപ്പന്നി അങ്ങനെയുള്ള സാധനം. പിന്നെ ഇതിനകത്ത് തന്നെ ഫിഷും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. എല്ലാം നമ്മളിവിടുന്ന് മാറ്റും. പക്ഷേ ഇതൊക്കെ എവിടെ കൊണ്ടുവെക്കണമെന്നും എനിക്കൊരു പിടിയുമില്ല. അപ്പം ഇവിടെയൊക്കെ ഓരോരോ സാധനങ്ങളാണ്. ഇവിടെ സിമെൻറ്റ് ഇരിപ്പുണ്ട്, ഇവിടെ അച്ഛൻ്റെ പണി സാധനങ്ങൾ എല്ലാം ഇരിപ്പുണ്ട്. ഇതെല്ലാം ഇനി എവിടെ കൊണ്ടുവെക്കണമെന്ന് ഒരു പിടുത്തമില്ല. പക്ഷേ നമ്മൾ ഇവിടെ ഹോളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ അതിനെ തുറന്നിട്ടാണ് വളർത്താമെന്ന് വിചാരിച്ചത്. അവിടെയൊക്കെ ഹോളുണ്ട്. ഹോളിൽ കൂടെ ഒക്കെ നമ്മുടെ കിളിയൊക്കെ പറന്നു. തത്തേനെ വാങ്ങിച്ചാൽ അതിനെ കൂടെ ഒന്നും പറന്നൊന്നും പോകാൻ പറ്റൂലല്ലേ, തത്ത നല്ല കണക്ക് വരുന്നല്ലയോ. അതിന് നമുക്ക് തത്തേനെയൊക്കെ വാങ്ങിച്ച് ഇതിനകത്ത് വളർത്തണം. അല്ലെങ്കിൽ നമുക്ക് ഈ പൂച്ചയൊക്കെ കയറും ഗൈസ്. ഞാൻ പുറത്തൂടെ ഒക്കെ വന്ന് കാണിച്ചത്. ഇത് നമ്മൾ അടച്ചതാണ് ഗൈസ്. അതൊരു സാധനം ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതെന്തോ ഒരു അടുത്ത വീഡിയോയിൽ ഒളിപ്പിച്ച് വെച്ച സാധനം എന്തോ ഞാൻ കാണിക്കുന്നതായിരിക്കും. അത് ഞാൻ ഇവിടെ ആർക്കും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ വീണാനാ ഗൈസ്, നമ്മുടെ കറിവേപ്പില. ഇവിടെയൊക്കെ ഓരോരോ കാര്യങ്ങൾ വെച്ച് കാണാം. ഇവിടെ ഹോളുണ്ട്. ഇതിലേക്കൂടെ പൂച്ച കയറുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇഴജന്തുക്കൾ വല്ലതും കയറും.